ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാബേജ് പക്കവടയാണ്. നല്ല ടേസ്റ്റി ആയൊരു സ്നാക്സാണിത്. നമുക്കിതിലേക്ക് ഇനി ആവശ്യം കാബേജ് പക്കവട ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങൾ: പച്ചമുളക്, വെളുത്തുള്ളി, കാബേജ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, ഒരു സവോള എല്ലാം കൂടി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടി: അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂണ് ഗരം മസാല, അര ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ. ഇതെല്ലാം കൂടി ഇനി അതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില എന്നിവയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂണ് പത്തിരിപ്പൊടി. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിൽ തന്നെ ഈ പൊടി നല്ലോണം റെഡി വരും. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഓയിൽ കൂടി ഒഴിക്കുന്നുണ്ട്. ഇതിനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് പൊരിച്ച് കോരാം. സ്റ്റൗ ഓണാക്കി ഇത് പൊരിച്ചെടുക്കാനുള്ളൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇനി ഇത് വാങ്ങിക്കാൻ നേരം കുറച്ച് കറിവേപ്പില ഇതിലിടുക. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങിക്കാം. അപ്പം നമ്മുടെ പൊക്കവട റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും പറയണം. അങ്ങനെ നമ്മുടെ പൊക്കുവട മുഴുവനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊരു അടിപൊളി പലഹാരമാണ്. താങ്ക് യു.